കോൺഗ്രസുകാർക്ക് ഇന്നത്തെ ആഘോഷത്തിനുള്ള ഒരു ഇരയെ കിട്ടിയിട്ടുണ്ട്. കൊട്ടാരക്കരയിലെ മുൻ MLA ആയിട്ടുള്ള ഐഷ പോറ്റി, CPM-ന്റെ മുൻ MLA, കോൺഗ്രസിൽ ചേർന്നു. ഇതാ കോൺഗ്രസിലും UDF-ലും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു, ഞങ്ങളിതാ അധികാരത്തിൽ വരാൻ പോകുന്നു എന്നതിൻ്റെ ഭാഗമാണ് ഈ കാണുന്ന കാഴ്ചകൾ എന്ന രീതിയിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. വാട്ട് ഈസ് ദ റിയാലിറ്റി അഥവാ യാഥാർത്ഥ്യം എന്താണ്? സംഗതി ഇനി ഇതിൽ നിന്ന് സീറ്റ് കിട്ടില്ല. ആ MLA സ്ഥാനം, ആ അധികാര പദവി പോയതിന് ശേഷം എനിക്ക് അങ്ങോട്ടൊരു സുഖമില്ല, ഒരു സമാധാനമില്ല. അപ്പോൾ എന്ത് വേണം? അധികാരത്തിൻ്റെ അപ്പക്കഷ്ണം എവിടെ കിട്ടും? അങ്ങോട്ടേക്കൊന്ന് ചായ, അത്രയേ ഉള്ളൂ. കൊട്ടാരക്കരയെ സംബന്ധിക്കുന്നിടത്തോളം 2 തവണ തുടർച്ചയായിട്ട് MLA ആയവരെ എല്ലാം മാറ്റിയിട്ട് പുതിയ ആളായിട്ട് KN ബാലഗോപാലിനെ അവിടെ CPM അവസരം കൊടുത്തു. അദ്ദേഹം ഒരു ടേണേ ആയിട്ടുള്ളൂ, ഇനി ഒരു ടേൺ കൂടി മത്സരിക്കും. അപ്പോൾ കൊട്ടാരക്കരയിൽ ഇനി എനിക്ക് പ്രതീക്ഷയില്ല. ആ MLA കാറിൽ സഞ്ചരിക്കുന്ന നല്ല നല്ല മുഹൂർത്തങ്ങൾ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതുപോലെ ഒരിക്കൽ കൂടി നിയമസഭയ്ക്കകത്ത് കയറി ആ പ്രിവിലേജിൽ നടക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്നിങ്ങനെ സ്വപ്നങ്ങൾ അയവിറക്കിയിരിക്കുമ്പോഴാണ് സതീശൻ്റെ കോൾ. വരുന്നോ, ഒരു MLA സീറ്റ് അങ്ങോട്ട് തരാം. ചാടി വീണില്ലേ, ഇനിയിപ്പോൾ എന്ത് വേണം? കോൺഗ്രസിന് കിട്ടിയിരിക്കുന്ന വലിയൊരു നേതാവാണ് ഐഷ പോറ്റി എന്നുള്ള നിലയ്ക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കാം. നിലവിലെ കോൺഗ്രസിലെ വനിതാ നേതാക്കന്മാർക്ക് വേണ്ടത്ര വിലയില്ല. ഇവിടെ MLA എങ്കിലും ആയി, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താകുമെന്നൊക്കെ ഇനി കണ്ടറിയാം. പിന്നെ ഈ ആദ്യ സമയത്ത് കിട്ടുന്ന ഈ ഗുമ്മൊക്കെ 5-6 ദിവസം അങ്ങോട്ട് കഴിയട്ടെ, അപ്പോൾ നമുക്ക് കാണാം. കിലുക്ക സിനിമയിൽ ഇന്നസെൻ്റ് എനിക്ക് വിശക്കണേ എന്ന് പറഞ്ഞ് വന്നതുപോലെ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ എല്ലാ പരിപാടിയും അവസാനിപ്പിച്ചേ എന്ന രീതിയിൽ പൊടിയും തട്ടി വീട്ടിൽ പോകുന്നത് കാണാം. CPM-നെയും ഇടതുപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരു പദവിയും അത് ആയുഷ്കാലം വച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല, അല്ലെങ്കിൽ വച്ച് നീട്ടുകയുമില്ല. 2 ടേൺ കഴിഞ്ഞാൽ മാറിക്കൊടുക്കുക, അടുത്ത ആൾക്ക് അവസരം കൊടുക്കുക. പക്ഷേ അത് ഞങ്ങളെപ്പോലുള്ള ചിലർക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അടുത്തിടത്തേക്ക് അവസരം തേടി പോയിരിക്കുന്നത്. പോയി എന്ന് കരുതിക്കൊണ്ട് ഇപ്പോൾ പാർട്ടി അങ്ങ് തകർന്നു പോകാനോ കൊട്ടാരക്കരയിൽ എന്തെങ്കിലും പാർട്ടിക്ക് സംഭവിക്കുമെന്നാണോ? ഒരു ചുക്കും സംഭവിക്കില്ല. കഴിഞ്ഞ കുറേ കാലമായിട്ട് അവർ പാർട്ടി പരിപാടികളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയാണ്. മുൻപത്തെ പോലെ എനിക്ക് വേദിയിലൊന്നും എന്ത് കിട്ടുന്നില്ല, കസേര കിട്ടുന്നില്ല. മുൻ MLA എന്നുള്ള നിലയ്ക്ക് ആ പരിഗണന കിട്ടുന്നില്ല. പോരാത്തതിന് ഒരു കസേര പോലും വേദികളിൽ കിട്ടാതെ വരുമ്പോൾ ഞാൻ അപ്രസക്തയായെന്ന് തോന്നി. അതുകൊണ്ട് എൻ്റെ ഭാവിക്ക് വേണ്ടി വക്കീൽ പണിയിലേക്ക് ചുരുങ്ങി എന്നൊക്കെ ഈ അടുത്ത കാലത്ത് ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ പങ്കെടുക്കാൻ പോയതിനു ശേഷം അവർ സ്വയം പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം ആ പാലത്തിലൂടെ സഞ്ചരിച്ച് കോൺഗ്രസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇനി എൻ്റെ ഭാവി ശോഭനമാണെന്ന് കരുതുന്ന ഐഷ പോറ്റിക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു. കട്ടയ്ക്ക് 2 ടാറ്റയും കൂടി തരികയാണ്. ഇനി ഇതുവഴി വന്നേക്കരുത് എന്നുള്ള ഒരു ആശംസ കൂടി അറിയിക്കുകയാണ്. ഐഷ പോറ്റി ഈ പാർട്ടിയിൽ നിന്ന് പോകുമ്പോൾ തിരിച്ചുപദേശിക്കാനുള്ളത്, MV രാഘവൻ പോയ ചരിത്രമുണ്ടായിരുന്നു, ഗൗരിയമ്മ പോയ ചരിത്രമുണ്ടായിരുന്നു. പിന്നീട് അവർക്കെല്ലാം എന്ത് സംഭവിച്ചു എന്ന് തിരയുന്നിടത്ത് ഐഷ പോറ്റിക്കും ഉത്തരം കിട്ടുമെന്നുള്ള ഉപദേശം മാത്രമേ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അങ്ങോട്ടേക്ക് തരാനുള്ളൂ.